ട്രിഗ്നോമെട്രി. സോ ഈ ഒരു ചാപ്റ്ററിൽ കീം 2025 എന്തൊക്കെ പഠിക്കണം എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ പൈതഗോറിയൻ ഐഡൻറ്റിറ്റീസ് ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ആസ്ക്, സൈൻ തീറ്റ എന്താ, കോസ് തീറ്റ എന്താ അറിയോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആൻഡ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം അറിയില്ലേ? അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. പിന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ ആയിരിക്കും. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ എന്നായിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ സം ആൻഡ് ഡിഫറൻസസ്. ഇപ്പോൾ സൈൻ എ പ്ലസ് ബി അല്ലെങ്കിൽ സൈൻ എ മൈനസ് ബി ആണെങ്കിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആയിരിക്കും. അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആയിരിക്കും. ഇനി കോസ് എ മൈനസ് ബി അല്ലെങ്കിൽ കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി ആണെങ്കിൽ കോസ് എ കോസ് ബി പ്ലസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആയിരിക്കും. ഇനി കോസ് എ മൈനസ് ബി ആണെങ്കിൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആയിരിക്കും. ഇനി ടാൻ എ പ്ലസ് ബി ആണെങ്കിൽ ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആയിരിക്കും. ഇനി ടാൻ എ മൈനസ് ബി ആണെങ്കിൽ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. ഡബിൾ ആംഗിൾ ഫോർമുല. സൈൻ 2 തീറ്റ ആണെങ്കിൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരിക്കും. കോസ് 2 തീറ്റ ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഇസ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1, അതായത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇനി ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. ട്രിഗ്നോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണിത്. ഓരോ ഈ 0, 30, 45, 60, 90യുടെ ആംഗിൾസ്. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. സോ കോസും സൈനും ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 0, ടാൻ 0 0, ടാൻ 30 1/√3, ടാൻ 45 1, ടാൻ 60 √3, ടാൻ 90 ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ആണ്. സൈൻ 0 ആൻഡ് കോസ് 0ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആയിരിക്കും. ടാൻ തീറ്റൻ്റെ റേഞ്ച് -∞ to ഇൻഫിനിറ്റി ആയിരിക്കും. അൺഡിഫൈൻഡ് അറ്റ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആയിരിക്കും. ഇനി ഗ്രാഫ് സൈൻ ആൻഡ് കൊസൈൻ്റെ പീരിയോഡിക് വിത്ത് പീരീഡ് 2π ആയിരിക്കും. ടാൻജൻ്റ് എന്ന് പറയുന്നത്, അതായത് ടാനിൻ്റെത് പീരിയോഡിക് വിത്ത് പീരീഡ് π ആയിരിക്കും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് -1 to 1, റേഞ്ച് -π/2 to π/2. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് ഡൊമെയിൻ -1 to 1 ആയിരിക്കും, റേഞ്ച് 0 to π ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് സൈൻ 75. സൈൻ 75 നമുക്ക് സൈൻ 45 പ്ലസ് 30 എന്ന് എഴുതാം. അത് സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ സൈൻ ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആയിരിക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ ഇതിൻ്റെ വാല്യൂസ് വെച്ച് കൊടുത്താൽ ആൻസർ കിട്ടും. ഇനി ഇഫ് ടാൻ തീറ്റ ഈക്വൽ ടു 3/4, ഫൈൻ സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ തീറ്റ പ്ലസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ടാൻ തീറ്റ അറിയാം, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി സോൾവ് ഫോർ എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് ആൻഡ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3. ടാൻ ഇൻവേഴ്സ് 4/3 ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 4/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. അപ്പോൾ എക്സ് 3/5. മെമ്മറൈസ് ആംഗിൾസ്. ഈ 0, 30, 45, 60, 90ൻ്റെ ആംഗിൾ, അതിൻ്റെ വാല്യൂസ് ഓർമ്മിച്ച് വെക്കണം, മറന്നു പോകരുത്. യൂസ് ഐഡൻറ്റിറ്റീസ്. സിംപ്ലിഫൈ എക്സ്പ്രഷൻ യൂസിങ് പൈതഗോറിയൻ ഓർ ആംഗിൾ സം ഐഡൻറ്റിറ്റീസ്. പിന്നെ ഡൊമെയിന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വരുത്തുന്ന കൂടുതൽ മിസ്റ്റേക്സ് സൈനിലാണ്.
പിന്നെ മിസ് അപ്ലൈയിങ് ഡബിൾ ആംഗിൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നിടത്ത് തെറ്റാറുണ്ട്. ഓക്കെ. പ്രൂവ് 1 + tan a / 1 + cot a = tan a. 1 + tan a / 1 + 1/tan a. cot a എന്ന് പറഞ്ഞാൽ 1/tan a ആയിരിക്കും. അപ്പോൾ 1 + tan a / tan a + 1/tan a = tan a എന്ന് കിട്ടും. ഓക്കെ. ഇനി ക്വിക്ക് റെഫറൻസ് ഫോർമുല ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള sin² θ + cos² θ 1 ആയിരിക്കും. sin a + b എന്ന് പറഞ്ഞാൽ sin a cos b + cos a sin b ആയിരിക്കും. ഡബിൾ ആംഗിൾ cos 2θ = 1 - 2 sin² θ ആയിരിക്കും. ട്രിഗ്നോമെട്രി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി tan ഇൻവേഴ്സ് x + cot ഇൻവേഴ്സ് x = π/2. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഫസ്റ്റിലുള്ള എല്ലാ പൈതഗോറൻ ഐഡിയയും ആംഗിൾ സമ്മും ഡബിൾ ആംഗിൾസും പഠിച്ചു വെക്കണം. നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, വർക്ക് ചെയ്യുക, വർക്ക് ഹാർഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.